പഞ്ചാബിൽ നിന്ന് വിവിധ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ബന്ദ് അക്രമാസക്തമായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും നേതൃത്വത്തിലാണ് കർഷകർ ബന്ദ് നടത്തുന്നത്. വൈകിട്ട് 4 മണി വരെയാണ് ബന്ദ്. ധാവേരി ജട്ടൻ ടോൾ പ്ലാസയിലടക്കം വലിയ രീതിയിലുള്ള ആക്രമണം നടന്നിരിക്കുന്നു. പട്യാല ചണ്ഡീഗഡ് ദേശീയപാത ഉപരോധിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ തന്നെ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. കാരണം ഇപ്പോൾ ഈ ഖാലിസ്ഥാൻ സംഘടനകളും ഈ ബന്ദിനെ പരോക്ഷമായി തന്നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഈ ഇപ്പോൾ നടക്കുന്ന കർഷക സമരങ്ങൾക്ക് പിന്നിൽ, ഇപ്പോൾ നടക്കുന്ന ഈ റോഡ് ഉപരോധമുള്ള അടക്കമുള്ള സമരപരിപാടികൾക്ക് പിന്നിൽ കർഷക സമരം വീണ്ടും കത്തിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഒപ്പം തന്നെ ജനുവരി 26 അടുത്തു വരുന്നു. ഈ ഒരു അവസരത്തിൽ ദില്ലിയിലേക്ക് പഴയതുപോലെ ഒരു മാർച്ച് നടത്തുക, അതിനെ അക്രമസക്തമാക്കുക, വീണ്ടും മാധ്യമങ്ങളിൽ കർഷക സമരത്തെ ഇടം പിടിപ്പിക്കുക എന്നൊരു വലിയ ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് നേർ അടക്കം ജനുവരി 20 ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ അധികാരത്തിൽ ഏറുന്നതോടുകൂടി തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചടി നേരിടും. അതിന് മുൻപ് തന്നെ മാക്സിമം ലെവലിലേക്ക് അവർക്ക് ഒരു പിന്തുണ കിട്ടത്തക്ക രീതിയിലേക്ക് കർഷക സമരം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യവുമായി ഉത്തർപ്രദേശ് കേന്ദ്രമാക്കിക്കൊണ്ടും ഒപ്പം തന്നെ ഹരിയാനയും പഞ്ചാബും കേന്ദ്രമാക്കിക്കൊണ്ടുമുള്ള വിവിധ കർഷക സംഘടനകൾ കഴിഞ്ഞ കുറേ നാളായി നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്ന ബന്ദ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശംഭു അതിർത്തിയിലും നോയിഡ അതിർത്തിയിലും ഒക്കെ വലിയ രീതിയിലുള്ള പല അത്തിച്ചാർജുകളും മറ്റും നമ്മൾ കണ്ടതാണ്. വീണ്ടും ഒരു ജനുവരി 26 കൂടി കടന്നു വരുമ്പോൾ പഴയതുപോലെ അഴിഞ്ഞാടാൻ ഒരു അവസരം സൃഷ്ടിച്ചെടുക്കുകയാണ് ഖാലിസ്ഥാനികളും ഒപ്പം അവരുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ഈ കർഷക സംഘടനകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.